ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചിൻ്റെ റെസിപ്പീസ് ഷെയർ ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചോറ് വെക്കാനായിട്ട് ഇതുപോലെ അരി ഇടാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ 1/4 ഭാഗം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുറവ് അരിയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് 3-4 വെള്ളം വാഷ് ചെയ്തിട്ട് അതിങ്ങനെ വെള്ളം ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ അരിക്കും ഓരോ വേവാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന അരിക്ക് ഒരു വിസിൽ വന്ന് ആവിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുക്കറിൻ്റെ അടപ്പിൻ്റെ ബെൽറ്റ് ഇപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല പ്രസ്സായി ഇങ്ങനെ കൊടുത്താൽ മാത്രമേ അത് അടഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കുക്കറിൽ വിസിലൊക്കെ പോയതിന് ശേഷം ദേ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം. ഇവിടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക കേട്ടോ. കോവയ്ക്ക, പിന്നെ ഒരു സവാള, ഒരു മീഡിയം വലിപ്പത്തിലൊരു സവാളയും പിന്നെ 2 പച്ചമുളകും കൂടിയാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇപ്പം ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ഇത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ആയി, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഫിഷിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിൽ ഈ ഒരു മസാലയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് എടുത്തിട്ട് അത് നല്ലതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലും ഒക്കെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫുള്ള് തേച്ച് കൊടുക്കുന്നില്ല, ആ ഒരു മസാല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ആ ഒരു എണ്ണയിൽ ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ഫിഷ് ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴേക്കും ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഫിഷിലുണ്ടാകും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് എന്നിട്ട് ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ.
അപ്പോഴേ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുള്ളൂ. പിന്നെ പെട്ടെന്ന് ജോലി തീർക്കണം എന്നാണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇതൊന്ന് ചൂടായി, ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇന്ന് ആവോലി ഫിഷാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ആവോലീൻ്റെ സീസണാണെന്ന് തോന്നുന്നു. എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ആവോലി തന്നെയാണ്. ഇപ്പോൾ റേറ്റൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട് ആവോലീൻ്റെ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടാനായിട്ട് ഇപ്പം സഫാരിയിൽ നിന്ന് നെസ്റ്റോയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കട്ട് ചെയ്ത് കിട്ടാൻ നല്ല പാടാട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഫിഷൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫിഷ് ഇപ്പം തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ലപോലെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആ ഒരു മിഡിൽ പോർഷനിൽ ആ ഒരു എണ്ണ തെളിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, ആ ഒരു മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയ്ക്ക് നല്ലതുപോലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ കുറച്ച് നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഫിഷിൽ ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെ ജ്യൂസി പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് ഇങ്ങനെ ജ്യൂസി ആക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാനങ്ങനെയല്ല, അല്ലാണ്ട് ഇങ്ങനെ ഇതിൽ തന്നെയാണ് ഇങ്ങനെ മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഷിൽ നല്ലതുപോലെ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മോര് കറി ഉണ്ടാക്കാനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു 3-4 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 1-2 തീരെ ചെറുതായിട്ടാണ് ഞാൻ ഒരു 5 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3-4 ഒക്കെ മതിയാകും. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അത്രത്തോളം തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകവും കൂടിയിട്ട് അത് നല്ലതുപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം താളിക്കാനായിട്ട് കടായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയ രീതിയിലുള്ള മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ തേങ്ങയൊന്നും അരയ്ക്കാണ്ടേയും ഞാൻ ഉണ്ടാക്കും. ഇന്നിപ്പോൾ എന്തായാലും തേങ്ങ അരച്ചിട്ടുള്ള മോര് കറിയാണ്. അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വാടി ഇതൊന്നിങ്ങനെ മാഷായി വരുന്നത് വരെ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയിലേക്ക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ ഉടഞ്ഞ് വരുന്ന പരുവത്തിലാണ് ഇതാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ തക്കാളിയും തേങ്ങയൊക്കെ അരച്ചിട്ട് മോര് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് നല്ല കുറുകിയിട്ട് ആയിരിക്കും ഈ ഒരു മോര് കറി കിട്ടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതിലൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മിക്സിയിൽ ഇതെല്ലാം കൂടി അടിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കളറ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. സൈഡിലൊക്കെ ചെറുതായിട്ടിങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ബബിൾ പോലെ വരുന്ന സമയത്ത് ഒന്ന് പതഞ്ഞ് വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് തിളച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മോര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചോറും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും മോര് കറിയും ഫിഷ് ഫ്രൈയും പിന്നെ അച്ചാറും തൈരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയോട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.